ഈ അച്ഛനമ്മമാർ വഴക്കുണ്ടാക്കുന്ന സമയത്ത് ഈ മാട്രിറ്റി സ്കൂളിൽ നിന്ന് പല പ്രശ്നങ്ങളും കുട്ടികളെ ബാധിക്കും. അവരുടെ പേഴ്സണാലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണത്, ഈ പാരൻസിൻ്റെ വഴക്കുകളൊക്കെ. അപ്പോൾ അതിലുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇപ്പോൾ ഒരു കുട്ടി അവിടെ കളിക്കാൻ നിൽക്കുന്ന അതിൻ്റെ അടുത്താണ് വീടെങ്കിൽ ഈ കുട്ടി വീട്ടിലേക്ക് ആരെയും കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ വീട്ടിൽ വഴക്കാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അച്ഛൻ അവിടുത്തെ ഒരു വഴക്ക്, പ്ലേറ്റിൽ ഫുഡൊക്കെ എടുത്ത് വലിച്ചെറിയണം, നിനക്ക് കുക്ക് ചെയ്യാൻ അറിയില്ല, നിനക്ക് കുക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഉണ്ടാക്കണത്, ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണത് അച്ഛൻ. അകത്തേക്ക് പോയിട്ട് കുട്ടി നോക്കണ സമയത്ത് അമ്മയുടെ വക, നിങ്ങൾക്ക് ഇവിടെ ഒരു അലമാര ഇരിക്കുന്നത് കണ്ടില്ല, ഈ അലമാരിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയായിട്ട് ഒതുക്കി വെച്ചൂടെ. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു, അലമാരത്തെ എല്ലാ ഡ്രസ്സ് കൊടുത്തിട്ട് കിടക്കയിൽ കിട്ടി, എൻ്റെ കിടക്കയിലാണ് ഞാൻ വെക്കുന്നത്, നിനക്ക് എന്താ കുഴപ്പം, ഇതിവിടെ ഇരുന്നുകൊണ്ട് എന്താ കുഴപ്പം പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര. അപ്പോൾ ആൾ അപ്പുറത്തേക്ക് എതിർക്കൂടെ ഇങ്ങനെ അടി നടക്കുക. അപ്പോൾ ഈ കുട്ടിക്ക് തോന്നുകയാണ് എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ടുവന്നാൽ ഇതല്ലേ കാണുക. ഇത് ശരിക്കും നിങ്ങൾ ആ കുട്ടിയുടെ ലൈഫിലേക്ക് ഏറ്റവും വലിയ പ്രോബ്ലമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അവൻ്റെ ജീവിതത്തിൽ പിന്നെയും കോംപ്ലിക്കേറ്റഡ്. അല്ലെങ്കിൽ നമ്മൾ കുട്ടികളോട് കുറച്ചും കൂടി പോസിറ്റീവായിട്ട് സംസാരിച്ചാലാണ് കേട്ടോ, കുട്ടികളെ നല്ലട്ടെ ഏതൊരു ബന്ധത്തിലും. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാവുന്നൊരു കാര്യമാണ്, നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമാണ്, സമയമായി എഴുന്നേൽക്കാറായില്ലേ, നിനക്ക് സ്കൂളിൽ പോകണ്ടേ, നിനക്കെന്താ പഠിക്കേണ്ടതല്ലേ, എന്നാൽ എക്സാം ഉള്ളതല്ലേ, നീ എന്താ ഇങ്ങനെ, നീ എന്താ പഠിക്കാത്തത്, രാവിലെ എഴുന്നേറ്റിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ലതല്ലേ, എത്ര നേരമായി നിന്നെ ഞാൻ വിളിക്കണു, ഇറ്റ്സ് യുവർ സ്റ്റഡി ടൈം, യു ഹാവ് ടു ഗോ ടു സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കടകട പറഞ്ഞിട്ട് അലറിക്കൊണ്ടിരിക്കും. രാവിലെ തന്നെ എണീക്കുന്ന സമയത്ത് കുട്ടിക്ക് ഒട്ടധികം ഇഷ്ടമുള്ള ഒരു കാര്യമാണെന്നല്ലേ ഈ പഠിക്കണത്, അത് തന്നെയാണ് കേൾക്കണത്. കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് പറയാം, എടാ അച്ഛനും അമ്മയും കൂടിയിട്ട് ഇപ്പോൾ അതേ മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞ് നടന്നു വന്നതേ ഉള്ളൂ, അതാ വിളിച്ചത്, നമുക്ക് ഒരുമിച്ചിരുന്നൊരു ചായ കുടിച്ചാലോ, വാ ഞങ്ങൾ നടത്തൊക്കെ കഴിഞ്ഞ് വന്നത്, മോനും കൂടി വാ, നമുക്കല്ലെങ്കിൽ മോളും കൂടി വാ, നമുക്ക് ഒരുമിച്ചൊരു ചായയൊക്കെ കുടിക്കാം. ഓക്കെ, അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ കുട്ടികളുടെ കുറച്ചും കൂടി നല്ല റെസ്പോൺസ് ആവും. അതുമാതിരി ഇപ്പോൾ ടി വി ഒരു കുട്ടി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറയും ഊണയക്കേണ്ട സമയമായി, ഇപ്പോഴാണോ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ടി വി ഓഫാക്കാൻ നിൽക്കും. കുട്ടികൾ നമ്മളോട് അതിനേക്കാളും ഉയരത്തിൽ സൗണ്ടിൽ നമ്മളോട് അലറും അല്ലേ. നമ്മൾ കുട്ടിയെ വിളിക്കാൻ പോകുന്ന സമയത്ത് കുട്ടി ടി വി കാണുമ്പോൾ കുട്ടി എന്താ പറയുക, ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ളാണ് ഈ ഒരു ഷോ കണ്ടുകൊണ്ടിരിക്കണം അമ്മ, ഇത് കഴിഞ്ഞിട്ടാവാം എന്ന് പറഞ്ഞ് അലറുന്ന സമയത്ത് നമ്മൾ അലറിയിട്ട് അത് ഓഫാക്കും. ഇനി നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ ഭക്ഷണം കഴിച്ചോ, ഈ രീതിയിലല്ല. ഇപ്പം നമ്മൾ കുട്ടിയെ വിളിക്കുന്ന സമയത്ത് ഒന്ന് വരുമോ, അമ്മയുടെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ ഇതാവുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ പറയും അമ്മ ഞാൻ ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അമ്മ. അപ്പോൾ പറയും ഓക്കെ, ഇത് എത്ര നേരം ഉണ്ടാവും ഈ ഷോ ഒന്ന് കഴിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറയും അമ്മ ഇത് കുറച്ച് നേരം കൊണ്ട്, ഓക്കെ നീ കഴിയുമ്പോൾ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ കുട്ടിക്ക് നമ്മൾ ആ ക്ഷമിക്കുക അല്ലെങ്കിൽ ക്ഷമയോടുകൂടി നിൽക്കുന്നതാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. നമ്മളാണെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആവും. നമ്മളൊന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഉയരത്തിലാണ് കുട്ടികൾ ശബ്ദം ഉയർത്തിയിട്ട് തിരിച്ച് പറയാം. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്കൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നതാണ് കേട്ടോ. ഓരോ സിറ്റുവേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇനിയിപ്പോൾ ഒരു ഡ്രസ്സ് ഇടാൻ വരുമ്പോൾ എനിക്ക് ഈ ഡ്രസ്സ് ഇഷ്ടമല്ല, അപ്പോൾ കുട്ടികൾ പറയുന്ന ഒരു കാര്യം, എനിക്ക് ഈ ഡ്രസ്സ് വേണ്ട, ഞാൻ എങ്ങോട്ടും ഇല്ല, ഞാൻ ഈ ഡ്രസ്സ് ഇടില്ല. ഈ ഡ്രസ്സ് പെൺകുട്ടികൾ നമ്മൾ ഇങ്ങനെ അങ്ങനെ ഷോ കാണിച്ചു നടക്കണം. അപ്പോൾ ഈ കുട്ടികൾ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് ഇങ്ങനെയൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. നോർമലി ഞാൻ കണ്ടിട്ടുള്ള ഈ പാരൻസ് പറയുന്നത് ഭയങ്കര ഫാഷനാണ്, എല്ലാം എക്സ്പോസ് ചെയ്ത് കാണിക്കുന്നത് കാണുമ്പോൾ തന്നെ ദേഷ്യം വരും. നമ്മളപ്പോൾ കിടന്നിട്ട് ഇതൊക്കെ കാണിച്ചു നടക്കുന്നൊന്നും ഈ പെൺകുട്ടികൾക്ക് ശരിയല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ആൺകുട്ടികൾ ഇങ്ങനത്തെ ജീൻസ് ഇടണം നന്നല്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ തന്നെ അവരൊന്നും കൂടി അങ്ങോട്ട് മാറുള്ളൂ. അപ്പോൾ എന്ന് പറയാണ് ഈ ഒരു ഡ്രസ്സ് ഒന്ന് മാറിയിട്ട് നോക്കി നോക്ക്, കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് നീ ഇടുന്ന രീതിയിലല്ലാത്തൊരു ഡ്രസ്സ് ഇട്ട് കാണുമ്പോൾ എല്ലാവരും നിന്നെ ഒന്ന് ശ്രദ്ധിക്കും, നിനക്ക് നല്ല ഗ്ലാമറസ് ആയിട്ടും തോന്നും ഈ ഒരു ഡ്രസ്സിൽ. അപ്പോൾ ശരിക്കും എന്നെ ഈ ഡ്രസ്സിൽ തോന്നും, പിന്നെ ഈ ഡ്രസ്സിൽ നിനക്ക് കുറച്ചും കൂടി ഒരു പ്രത്യേകതയൊക്കെ തോന്നും. ഇങ്ങനെ നമ്മുടെ ഒരു പോസിറ്റീവ് ലെവലിലാണ് ഈ ഒരു ടോക്കുകൾ കൊണ്ടുപോകേണ്ടത്. ഞാനൊരു എക്സാമ്പിളിന് പറഞ്ഞെന്നു മാത്രം കേട്ടോ. സാധാരണ നോർമലി നമ്മളിപ്പോൾ ഒരു എത്ര പ്രോബ്ലമാറ്റിക്കായ കുട്ടികളുടെ അടുത്താണെങ്കിലും അവരുടെ അടുത്ത് നിന്നുകൊണ്ട് അവർ എക്സ്പെക്റ്റ് ചെയ്യൽ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അവർക്ക് ഓക്കെയാണ്. അപ്പോൾ ഈ ഡ്രസ്സ് ഇത് ഓക്കെ അടിപൊളി, ഇത് നന്നായിട്ടുണ്ട്, പക്ഷേ ഈ ട്രഡീഷണൽ ലെവലിൽ പോകുമ്പോൾ നീ ഇതുവരെ ചെയ്യാത്ത കാരണം ഈ ഡ്രസ്സ് നമുക്ക് കുറച്ചൊക്കെ നമ്മൾ അങ്ങനെയാണ് അതിനെ കൊണ്ടുവരുന്നത് കേട്ടോ. ഇത് ഡിപ്പെൻസ് ആണ്, അത് പേഴ്സണെ അറിഞ്ഞിട്ട് വേണം. പക്ഷെ നിങ്ങൾക്കൊന്ന് അറിയാൻ മിക്കവാറും പറയുന്നൊരു കാര്യമാണ്, ഈ പ്രണയത്തിലാവുമ്പോൾ അതർ സെക്സിൽ പെട്ടിട്ടുള്ളവരോട് കുട്ടികൾ സംസാരിക്കുന്ന സമയത്ത് നിനക്ക് ഞാൻ ഫ്രീഡം തന്നു എന്ന് വെച്ചിട്ട് നീ അത് മുതലെടുക്കരുത് കേട്ടോ. മുതലെടുക്കരുത് സജി എന്ന് പറയുന്നത് മാതിരി നീ അങ്ങനെ ഇതാവരുത് കേട്ടോ. നിനക്ക് ഞാൻ ഫ്രീഡം തന്നു എന്ന് വെച്ചാൽ എന്താവാന്നാണോ നിൻ്റെ എന്ന് പറഞ്ഞ് നമ്മൾ പോകുമ്പോഴേക്കും അവരങ്ങോട്ട് വയലൻ്റ് ആവും, അവർ കേസ് അങ്ങനെ തന്നെ എൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞു പോകും. അപ്പം നമ്മളെപ്പോഴും പറയാം നീ ആ കുട്ടിയുടെ അടുത്ത് സംസാരിക്കുന്നതാണല്ലേ, എന്താ പേര് എവിടെയാണ്, നമ്മൾ ആ ഒരു ക്ലോസ് ഇത് കൊടുക്കണം ആ ഇതിൽ. കാരണം എന്നാലാണ് നമുക്ക് പിന്നീട് അവരുടെ അടുത്ത് സംസാരിക്കാനും എന്തെങ്കിലും കിട്ടുള്ളൂ. ആദ്യമേ തന്നെ ഇങ്ങനെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജന്മത്തെ നമ്മളോട് പറയൂല, അവർ വേറെ എന്തെങ്കിലും രീതിയിൽ ഒപ്പിച്ച് കൊണ്ടുവരിക ചെയ്യുക. അതേമാതിരി തന്നെയാണ് വേറൊരു കാര്യം, ഈ കുട്ടികൾ ഫോണിൽ സംസാരിക്കുമ്പോൾ പറയുന്നൊരു കാര്യം, എനിക്കറിയാം നീ ആരോടാണ് സംസാരിക്കേണ്ടത്, നീ ഈയിടെയായിട്ട് എപ്പോഴും ഫോണിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ലഹള ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയും എന്താ ചെയ്യുക, ഫോൺ എടുത്ത് വലിച്ചോണ്ടു, ഇല്ലെങ്കിൽ നിങ്ങൾ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കുക, മാറ്റി വയ്ക്കുക, ഇത്രയല്ലേ ചൊല്ലു എന്നാൽ ചെയ്തേക്ക്, ഈ രീതിയിലായിരിക്കും കുട്ടികളുടെ. അപ്പം നമ്മൾ അവരുടെ അടുത്തേക്ക് പറയേണ്ട സമയത്ത് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടാണ് സംസാരിക്കേണ്ടത്. അയ്യോ സംസാരിക്കുകയാണോ, എനിക്ക്
ഞാൻ പറഞ്ഞല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ? ഓക്കെ 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 ഒന്ന് പറയുമ്പോൾ പറയണേ, കുറച്ച് നേരം നിൻ്റെ അടുത്തൊന്ന് സംസാരിക്കാം, എനിക്ക് നിൻ്റെ അടുത്തൊന്ന് ഇത്തിരി ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നിൻ്റെ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി, നീ പറയും. അത് നമ്മളെ ഭയങ്കര വളരെ നീറ്റായിട്ട് അവരെ അംഗീകരിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര മാറ്റം ഉണ്ടാവാം. കാരണം നമ്മൾ അവരുടെ ടൈം ചോദിച്ച് അവരോട് സംസാരിക്കാൻ ആഗ്രഹിക്കണമെന്ന് പറയാണ്. എത്രയായാലും നമ്മുടെ മക്കൾക്ക് നമ്മളോട് സ്നേഹമുണ്ട്, നമ്മൾ അവരോട് പ്രതികരിക്കുന്ന രീതിയിലാണ് ഇരട്ടി പ്രശ്നം ഉണ്ടാവുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളോട് പറയുന്ന രീതികൾ കേൾക്കുമ്പോഴല്ലേ നമ്മളും റിയാക്ട് ചെയ്യുന്നത്. എന്തെങ്കിലും പറഞ്ഞതിൻ്റെ ഇരട്ടി സൗണ്ടിലാണ് കുട്ടികൾ ശബ്ദത്തിൽ തിരിച്ചലറുന്നുണ്ടാവുക, എന്ത് കാര്യത്തിലാണെങ്കിലും. അതുമാതിരി തന്നെ ഇൻ്റർനെറ്റിൽ ഏത് നേരം ഇരിക്കുന്നതാണെങ്കിൽ അച്ഛൻ പറയും ഏത് നേരം ഇൻ്റർനെറ്റിലാണ്, ഞാൻ എന്ത് ചെയ്യാൻ പാടെങ്കിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ തന്നെ അങ്ങോട്ട് ഇതാക്കാൻ പോകും. അപ്പോൾ കഴിഞ്ഞല്ലോ ഈ പ്രശ്നം, ഏത് നേരം ഇവിടെ എല്ലാവർക്കും ഫോണിൽ തന്നെയാണ്. അപ്പോൾ കുട്ടികൾ എന്താ പറയുക, മിക്കവാറും എന്താ പറയുക, ആ കമ്പ്യൂട്ടറിനെ പിടിച്ചിട്ട് അങ്ങോട്ട് ഇടിയും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ റെസ്റ്റ്ലെസ് ആയിട്ട് കാണിക്കും. നമ്മളെന്ത് പറയണം, ഹലോ ഭയങ്കര തിരക്കിലാണോ, എനിക്കൊരു കാര്യം സെർച്ച് ചെയ്യാൻ നീ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ സാധിക്കും. നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അവരുടെ കൂടെ നിന്നുകൊണ്ട്, ആ ടൈമിനെ നമ്മളെ. അതുമാതിരി ഈ ടി വി കാണുന്ന സമയത്ത് അവരും ഫോൺ വീഡിയോ കാണുമ്പോൾ ഇതൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. പിന്നെ ചിലപ്പോൾ കുട്ടികൾ കുടിച്ചിട്ടൊക്കെ വരുന്ന സമയത്ത് നീ കുടിച്ചിട്ട് വന്നു അങ്ങനെയാണ് ഇങ്ങനെയാണോ എന്നല്ല, നമ്മൾ അവിടെ കിടന്ന് അലറി അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, അതൊന്നും ഏൽക്കാൻ പോകണില്ല. ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ അവരുടെ അടുത്തേക്കാണ്, ഓക്കെ ഓക്കെ നീ വന്നോ, ആഹാ കുടിച്ചിട്ടാണോ വന്നിരിക്കുന്നത്, ഓക്കെ ഓക്കെ ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്യാം, നിന്നെ തന്നെ ഹാൻഡിൽ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടാവുന്നുണ്ട്, വാ ഞാൻ തന്നെ കെയർ ചെയ്ത് നമ്മൾ കൊണ്ടുവരികയാണ് അവരെ. അപ്പോൾ നമ്മളുടെ ആ ആക്ഷൻസ് റിയാക്ഷൻസ് ഒക്കെ ഇവരെ ബാധിക്കുന്നുണ്ട്. നമ്മൾ കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് അവരെ അംഗീകരിക്കുന്ന കാര്യങ്ങളിൽ കൂടെ നമ്മൾ പോവുകയാണെങ്കിൽ അവർ നമ്മൾ പറയണതൊക്കെ കേൾക്കും. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ ജൂനിയർ ജസ്റ്റിസ് ബോർഡിലിരിക്കുന്ന സമയത്തും അത്രയും ക്രൈമിൽ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ വന്ന കുട്ടികളാണെങ്കിൽ പോലും നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ ഫീലിങ്സിനെ നമ്മൾ മനസ്സിലാക്കിയെന്ന് പറയുമ്പോൾ അവരെ നമ്മൾ അംഗീകരിക്കുമ്പോൾ ഒക്കെ അവരിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ പാരൻറ്റിങ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, അതൊരു ഭയങ്കര ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പാരൻറ്റിങ് ക്ലാസ്സിൽ ഇങ്ങനത്തെ കാര്യം